നിനക്ക് വട്ടുണ്ടെന്ന് വിചാരിക്കും കേട്ടോ. സത്യ കാര്യം പറ. പിന്നെ അടിപൊളിയാണ്, കഴിച്ചു നോക്കിട്ട് പറയാം. പാത്രത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ലെച്ചൂസ്. അത് ശരി. പറയുന്നത് നമ്മൾ എന്താ ചെയ്യാൻ പോണ? നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എന്ത് കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ? നമ്മളൊരു നല്ല അടിപൊളി ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. ആരാണ് വെക്കാൻ പോകുന്നത്? ഞാനും ആര്യമ്മയും. നിങ്ങൾ കേൾക്കണം, അമ്മേൻ്റെ ഷോപ്പിൽ പോയേക്കുവാണ്. നമുക്കൊരു സ്റ്റിച്ചിങ് സെൻറ്റർ ഉണ്ട്. അമ്മ അവിടെ ഒരു 12 മണി 12:30 ആകുമ്പോൾ വരാം എന്നും പറഞ്ഞ് അമ്മ പോയേക്കുവാണ്. അപ്പം അമ്മയ്ക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട ആവശ്യം കൊണ്ട് അമ്മ പോയതാണ്. എന്നിട്ട് വന്നിട്ട് ചിക്കൻ കറി വെച്ച് തരാം, അമ്മയ്ക്ക് അങ്ങനെ അധികം ടൈമൊന്നും വേണമല്ലോ, അങ്ങനെ വെച്ച് തരാമെന്ന് പറഞ്ഞ് അമ്മ പോയതാണ്. നിനക്ക് വട്ടുണ്ടെന്ന് വിചാരിക്കും കേട്ടോ. സത്യ കാര്യം പറ. പറയാനൊക്കെ നിൽക്കി അപ്പത്തേക്കും മാറിപ്പോവും. അപ്പത്തേക്കും എന്താ അമ്മ അങ്ങനെ വരാം. അപ്പം ആ ടൈമിൽ നമ്മൾ ഇന്ന് എന്ത് വീഡിയോ എടുക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഓർത്തിരിക്കുമായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാം, നമുക്ക് ചിക്കൻ കറി വെക്കാമെന്ന്. അങ്ങനെ ഞാനും അക്കയും കൂടി ചിക്കൻ കറി വെക്കാൻ പോവാണ്. നമ്മളിപ്പം ചിക്കൻ കറി എന്നാണ് തീരുമാനിച്ചേക്കുന്നത്. കറി വെച്ചാൽ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. കറി ഉള്ളത് അതാണ് എൻ്റെ പേടി. ക്യാമറ തട്ടി ചിക്കൻ കറി ആ കറി വെച്ച് കഴിഞ്ഞ് പറയുന്നു കറിക്ക് എന്ന് പേരുണ്ടോന്ന്. അപ്പൊ നമുക്ക് അടുക്കളയിലോട്ട് പോകാം. നമ്മളിത് അടുക്കള വന്നിരിക്കുകയാണ്. അപ്പോ ഇനി എന്താ പരിപാടി? കറി വെക്കാം. ദൈവത്തിന് അറിയാം എന്താകും. ഇത് ഈ കറിയും എനിക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. നീയാണ് ഇതിന്റെ ആള്. നീയാണ് പറഞ്ഞ അക്കേ നമുക്ക് വീഡിയോ എടുക്കാക്കേ അക്ക വെക്കേ എന്നൊക്കെ പറഞ്ഞ എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ഇപ്പൊ പറയാ അവളും ഇത് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. വല്ലതും അറിയാമോ? എന്നിട്ട് വെച്ചേച്ചാ മതി. എനിക്ക് ചിക്കൻ കറിയൊക്കെ വെക്കാൻ അറിയാം. നീ ധൈര്യം ഇട്ടു, നമുക്ക് പൊളിക്കാം. ഇപ്പൊ കുക്കിങ്ങിലോട്ട് കടക്കാം. ഞാൻ തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ട് എത്ര കിലോ ഉണ്ടെന്നൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ബിക്കോസ് അമ്മയല്ലേ മേടിച്ചത്, അമ്മയോട് ചോദിക്കേണ്ടി വരും. പിന്നെ ഈ കറിവേപ്പില, നമ്മുടെ കറിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം. ഞാനിവിടെ പറയാൻ പോയ സമയത്ത് എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ. പച്ചമുളക്, ഇത് നമുക്ക് പെരട്ടാനുള്ള മസാലയാണ് കേട്ടോ. ഇതിനകത്ത് ഇത് മുളക് പൊടി, ഇത് മഞ്ഞപ്പൊടി, 2 പാത്രത്തിൽ മുളക് പൊടി എടുത്ത് വെച്ചേക്കണം. അത് ഒരെണ്ണം ഇത് പെരട്ടണ്ടേ, കറിക്കത്തിട്ടേ. കടുകൊക്കെ എടുത്ത് വെച്ചേക്കണം. ഇത് മല്ലിപ്പൊടി, നല്ല ഒന്നാന്തരം കുരുമുളക് പൊടി. ഞാൻ തന്നെ എന്തൊക്കെ പാടായിരുന്നു അറിയാവോ പൊടിക്കാൻ. കല്ലിലിട്ട് ഇടിച്ചെടുത്ത് വെറുതെ ആണ് അമ്മ പൊടിച്ച് വെച്ചിട്ട് പോയത്. ഞാൻ കല്ലിലിട്ട് പൊടിച്ച് കണ്ണ് അവിടെ ഇരിക്കുന്നു. ഇതാണ് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഞാൻ നമ്മുടെ ചോപ്പർ മെഷീനിലിട്ട് വലിച്ചതാണ്. അവിടെ ഞാനാണ് എല്ലാം സമ്മതിച്ച് അതിന്. ഓക്കെ, ഇതൊക്കെ സവാള വെള്ളമൊക്കെ എടുത്ത് വെച്ച് ഉപ്പ്, ഇത് കുറച്ച് മഞ്ഞപ്പൊടി എന്റെ കയ്യിൽ നിന്ന് പറ്റിയായിരുന്നു കേട്ടോ. ഇത് മസാലപ്പൊടി, വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ? വെള്ളം അരപ്പുരിയല്ല മൊത്തത്തിൽ ദിവസം കോമഡി അടിച്ചല്ലേ. അപ്പൊ സത്യം പറഞ്ഞ കോമഡിയാണ് കേട്ടോ, വട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചട്ടി എടുക്കട്ടെ. അപ്പം ഞാൻ ഇതൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പെരട്ടാനുള്ള പരിപാടിയിലോട്ട് നോക്കാം. ഇത് മുളക് പൊടിയെ കാണുന്നുണ്ട്. പഠിച്ചിട്ട് വേണം അടുത്ത കുക്കിംഗ് നീ ഇടണം. ഓക്കെ, ശരി. ഓക്കെ, ഞാനാണ് നിന്റെ ഗുരു. ഓക്കെ, എന്ന് പറഞ്ഞ് എല്ലാം കാണിച്ചിട്ട് അക്ക പറഞ്ഞിട്ടാന്ന് പറയരുത്. ഓക്കെ, മുളക് പൊടി, ഇത് നമ്മുടെ മറ്റേ ഗരം മസാലപ്പൊടിയാണ്, 1 സ്പൂൺ. ഇച്ചിരി കൂടി ഇട്ടു. മഞ്ഞപ്പൊടി, സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി വേണമെങ്കിൽ ഇത്തിരി ഇടാം. ഉപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ? പിന്നെ 1 സ്പൂൺ ഉപ്പ്. ദൈവത്തിനറിയാം. നിരുത്സാഹപ്പെടുത്താതെ ഇല്ല. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നും ഇങ്ങനെ ഞാനിതെല്ലാം
ഇപ്പൊ നല്ലതായിട്ട് പുരട്ടിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇടാം. അമ്മ പറഞ്ഞതിന് മുമ്പ് നടക്കോ? യെസ്. അങ്ങോട്ട് വേഗം ആട്ടെ. ചെയ്യട്ടെ. ഇതൊന്നും അങ്ങനെ ഇതീന്നല്ല. നിനക്ക് നല്ല കറി വേണം. ചെറുതി പിടിപ്പിച്ചാൽ പൗളായി പോയി കേട്ടോ. അവളെ കാര്യം ഞാൻ പറയും. എന്നിട്ട് അട്ട ചെയ്താൽ വിറ്റാന്ന് പറയും. അമ്മ വന്നാ ഞാൻ ഓടിക്കളേ കേട്ടോ. ഞാൻ മാറിക്കിടന്ന് ഉറങ്ങിക്കളേ. അതുമല്ല എന്റെ അപ്പുറം അത് പെരണ്ട് പിന്നെ പെരണ്ടൻ എന്ത് ചെയ്ത് വരട്ടെ ഇനി. നീ വന്ന് വിളിച്ചപ്പോ ഞാൻ വീഡിയോ എടുത്ത് വെക്കണ്ടായിരുന്നു. ഓഡിയോ വല്ലതും എടുത്ത് വെക്കണ്ടായിരുന്നു. വിളിച്ചതെന്നുള്ള തെളിവിരി. അതിനി ഒന്ന് മിക്സ് ചെയ്യട്ടെ പുള്ളിക്കാരി. നോക്കൂ, ഞാൻ നല്ല അടിപൊളിയായിട്ട് ഇത് പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ എടുക്കാം. കുക്കർ അപ്പം ഇതെന്തിനാ ഈ കുക്കറിലൊക്കെ ഇടണ? എന്തിനാണ് കുക്കറിലിടണോടി? നേരിട്ട് അങ്ങോട്ട് വറുത്താ മതി. അല്ല, വല്ലപ്പോഴൊക്കെ നോക്കണം. ഇതിങ്ങനെ പെരട്ടിയിട്ടും നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് അമ്മ ഫിസിലടിക്കാതെ ഒരു പ്രാവശ്യം ആവി കയറ്റി ഇറക്കി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് അമ്മ ഇത് വറക്കുന്നത്. യുനോ, ഐ ഡോണ്ട് നോ. അതാണ് അടുക്കള കയറണമെന്ന് പറയുന്നത്. അടക്കല്ല, അതിനൊരു പാറയുണ്ട്. എന്റെ ദൈവമേ, എല്ലാം അറിയാം. ഇപ്പൊ പൊട്ടിത്തെറിച്ചാല് ഇതൊന്നും വെച്ചില്ലേ പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല. നമ്മൾ മര്യാദ അടച്ചില്ലെങ്കിൽ മാത്രമാണ് പൊട്ടിത്തെറിക്കുന്നത്. നേരാണ്. യെസ്, പെർഫെക്റ്റ്. നീ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഗ്യാസ് മടക്കുന്നു. കത്തിക്കൊന്ന്. ഇതും അറിയത്തില്ലയോ? അറിയാം. അപ്പൊ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. കുക്കർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഇനി ഫിസിലടിക്കാണ്ട് ആവി കയറ്റാം. അടിക്കാണ്ട് ആവി കയറ്റി എടുക്കണം. അപ്പൊ ആ ചിക്കന്റെ വെള്ളമൊക്കെ അതിൽ തന്നെ ഇറങ്ങി ആ ചിക്കൻ ഒന്ന് പകുതി വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് വറക്കണം. ചിക്കൻ കറി എടുത്ത് കുക്കറിനകത്ത് വെച്ചിട്ട് ഇരുന്ന് ബിസ്ക്കറ്റ് കഴിക്കണേ. അമ്മ വരുന്നതിന് മുമ്പ് എല്ലാം നടക്കുവാ. അത് ആവി കയറാതെ പിന്നെ നടക്കുവോ? ഇതൊക്കെ എപ്പോഴായി ഇനി നടക്കും മോളെ. ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോഴും പറയാം. അമ്മ വരുന്നതിന് മുമ്പ് ചിക്കൻ കറി റെഡി ആയിട്ട് ഞാൻ ഇറങ്ങി ഓടും. എന്നെ കൊണ്ട് വയ്യ തല്ലി മേടിക്കാൻ. ഇതൊക്കെ അത് ശരിയായില്ലെങ്കിൽ ഇല്ലേ? പ്രോത്സാഹി ദൈവമേ, നമുക്ക് ഫിസിലിന് ആവി വരും. എനിക്ക് മനസ്സിലായി. കുക്കറിന് ആവി വരുന്ന സമയത്ത് നമുക്കൊരു പാട്ട് പാടാം. ഓക്കെ, ഒരു പാട്ട് പറ. നിനക്ക് ഇഷ്ടമുള്ള പാട്. എങ്കിലും നീ നമുക്ക് രണ്ടുപേർക്ക് കൂടി പാടാം. ഓക്കെ, എനിക്ക് ഒരു പാട്ട് പാടിയേ. കുടമഞ്ഞു പോലെ ഈ പ്രണയം തഴുകുന്നു, എന്നെ പുലരുന്നു, ആർദ്രസാന്ദ്രമാണീ പ്രണയം. അതെങ്ങാനും ഫിസിലടിച്ച അപ്പൊ ഇത് പാട്ട് കാണട്ടെ. ഫിസിൽ വേണ്ടായിരുന്നു. ആവി വന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഈ കുക്കർ ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. കാരണം നമുക്ക് ഈ ചിക്കൻ വറക്കാനുള്ള ചട്ടി അടുത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും അതും ഞാനൊന്ന് ബാക്ക് ആക്കട്ടെ. ഒരു മിനിറ്റ്. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീനച്ചട്ടി എടുത്ത് ഇപ്പുറത്തോട്ട് വെച്ച് അതൊന്ന് ചൂടായി വരട്ടെ. ഇത് മാറ്റി വെക്കട്ടെ. എല്ലാ ദിവസവും അടുക്കളയിൽ കയറുന്ന ആളാട്ടാ ഞാൻ. അരി ചൂടായായിരുന്നു നേരത്തെ. അവിടെ ചൂടായിട്ടാണ് ഞാൻ വന്നത്. ചൂടായി ഒഴിച്ചോ? നല്ല രസമാണ്. എത്രയോ കാലം കൊണ്ട് കൊതിച്ച പരിപാടി. അമ്മ ഇല്ലാണ്ട് അടുക്കളയിൽ കയറി വരസൻ മതിയെന്നാണ് കേട്ടോ തോന്നണേ. ഇത് എന്നത്? ഇത് പോരല്ലോ, പോരാ. എനിക്കറിയാം. ഐ നോ ഡി. മതിയെന്നാണ് തോന്നുന്നത്. വള്ളം കളിക്കുള്ള വെള്ളമായിട്ടുണ്ട്. വള്ളം കളിക്കുള്ള വെള്ളോ? ഇതിനി ചൂടാവട്ടെ. അപ്പൊ ചെയ്യണ്ടേ? ഇത് അമ്മകയിലോടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതേ കണ്ട. എന്റെ ദൈവം, ഇതാരാ ടേസ്റ്റ് ചെയ്യണ്ട? അമ്മയല്ലേ?
നോ, നീ ഫസ്റ്റ് നോക്കണം, എന്നിട്ട് നമുക്ക് ഇതാണ് മോളെ എനിക്ക് ഏറ്റവും പരിപാടി, ഈ പേടിയുള്ള പരിപാടി. ഓടിക്കോ, ഒരെണ്ണം വെച്ചിട്ട് ഏത് കാലത്തിലാണ് വാരി വാരി ഇടാൻ കാട്ട്. ഞാൻ വാരി വാരി ഇട്ടോളാം ബാറ്. അങ്ങനെ അതിനകത്തിട്ട് കഴിയുമോ? അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഈ കുക്കറിനകത്തൊക്കെ ഇട്ട് വേവിച്ച് അങ്ങ് ഡയറക്റ്റ് വറുത്താ പോരായിരുന്നോ? എടി അല്ലടി, ഇതുണ്ടല്ലോ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പച്ച ചിക്കൻ നമ്മൾ വറക്കാൻ നേരത്ത് കുറേ എണ്ണ വേണ്ടി വരും. അതേസമയം നമ്മൾ ഈ ചിക്കന്റെ വെള്ളം ഒന്ന് കളയുവാണെങ്കിൽ, ഇപ്പം ഈ ചിക്കൻ വേവിക്കാൻ നേരത്ത് ഞാൻ അതിനകത്ത് വെള്ളം ഒഴിച്ച് നീ കണ്ട ഇല്ലല്ലോ, മീൻസ് ആ ചിക്കന്റെ വെള്ളം തന്നെയാണ് അതിനകത്തോട്ട് ഇറങ്ങി വന്നേക്കുന്നത്. അപ്പൊ ഇത് വറക്കാനായിട്ട് കുറച്ച് എണ്ണ മതി നമുക്ക്, മനസ്സിലായോ? ഇത്ര ഇടുന്നുള്ള ഇപ്പൊ രണ്ടായിട്ട് വറുത്തെടുക്കാം. ഓ അങ്ങനെ. നമ്മൾ ആദ്യം ഇട്ടതുണ്ടല്ലോ മൊരിഞ്ഞിട്ടുണ്ട്, നമുക്ക് പോരാ. ദൈവത്തിനോർത്ത് കയ്യിലും കാലിലൊന്നും വീഴത്തരുത്. നെഗറ്റീവ് ആണല്ലോ മോള്. നെഗറ്റീവ് അല്ല, കയ്യിലും കാലിലൊക്കെ വീഴ്ത്തി കഴിച്ചിട്ട് വേണം എന്റെ ദൈവമേ. ഇന്നായി ക്ലിപ്പ് പിടിച്ചോണ്ട് ചെയ്യും. അതാണ് ഞാൻ നോക്കിയത്. കുറച്ചിട്ടേക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ടേക്ക് വേണം. ഈ സാധനം ഉണ്ടെങ്കിൽ അടുത്തത് ഇടുമ്പോഴേ കരിഞ്ഞു പോകും. അപ്പൊ ഇനി രണ്ടാമത്തെ ഇടാം. ഇത് കണ്ട, ഇതാണ് നമ്മൾ ചേർത്ത മസാലയൊക്കെ ഇല്ലേ, ആ മസാലയും ആ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണിത്. ഓക്കെ, അപ്പം ചിക്കൻ അതങ്ങനെ വേവിക്കാൻ വെള്ളമൊന്നും ഒഴിച്ചില്ല. ഞാൻ വെള്ളം ഒഴിച്ചു, നീ കണ്ട? ഇല്ല ഇല്ല, ഇത് ഈ ചിക്കന്റെ വെള്ളം ഇറങ്ങി വെന്തതാണ്. അതാണ് കണ്ട മസാല കണ്ട. ഓ കണ്ട് കണ്ട്. ഇനി നമ്മൾ കറി വെക്കാൻ നേരത്ത് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഇതിനി വറന്ന് വരട്ടെ. അതൊക്കെ ചിക്കനും വറന്ന് വന്നിട്ടുണ്ട്, മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അരിമയുടെ ഭാഷ പറഞ്ഞതാ വറന്ന്. ഒരു ചിക്കൻ കറി ഉണ്ട്, കുറെ നേരവും ഉണ്ട്. ഇതിനൊക്കെ പണിയുണ്ട് മോളെ. അമ്മയായിരുന്നു ഇപ്പൊ കാര്യം കഴിഞ്ഞാൽ. പിന്നെ അമ്മേനെ റോബോട്ട്. യെസ്, ചിക്കൻ വറുത്തെടുക്കുന്ന പരിപാടി ഇതോടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് കലാപരിപാടി വേറെ മാറ്റണം. എനിക്ക് പാത്രം വേണം മോളെ. ദേ പൊക്ക തിരിയുന്നു. പൊള്ളും ഗൈസ്, പൊള്ളും. ദൈവത്തിനോർത്ത് എന്റെ മേത്തിലെടുത്ത്. നമുക്ക് ഇങ്ങോട്ട് മാറ്റി ഗ്യാസ് കത്തിക്കണ്ട. കുറച്ച് ഈ വറുത്ത എണ്ണയുടെ മനസ്സിലായി പടഞ്ഞോ. ആ ചിക്കന്റെ എണ്ണ ഊർന്ന് വീണതാണ് ആ കാണുന്നത്, അതല്ലേ പറയാൻ വന്നേ? നമ്മൾ ആ ചിക്കൻ വറുത്ത എണ്ണയില്ലേ, അത് തന്നെയാണ് ഒഴിയണം. ഞാൻ ഒരു സാധനം എടുക്കാൻ മറന്നു. എന്തുവാ? ഫ്രിഡ്ജിൽ പോയി തക്കാളി എടുത്തുണ്ടോ, അത് മാത്രം ഞാൻ മറന്നു. തക്കാളി ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടെ വശമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടെടുത്ത് മാറ്റി. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കാവേ. ഏറ്റവും ഭയാനകമായ പരിപാടി, കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ല, പൊട്ടി. ഇനി നമുക്ക് ഗ്യാസ് കുറച്ചിട്ടിട്ടും കുറച്ച് വേഗത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഞാൻ 3 സവോളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഇരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ ചോപ്പറിലാണ് അരിഞ്ഞത്, കണ്ണെരിയൂല്ലെങ്കിൽ. അപ്പൊ നമുക്ക് സവോള ഓടിക്കോ. ദൈവമേ. അപ്പൊ അതിനി എന്ത് വിധി ഇത്? അപ്പൊ അതിനി വഴന്ന് വരട്ടെ. എന്നെങ്ങാനും വഴന്ന് വരും. ഡക്കറി ഉണ്ടാക്കിയപ്പോയില്ലേ അമ്മ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കാം, പെട്ടെന്ന് ഇതായിട്ട് വരും. ശരി, ഞാൻ കേട്ടിട്ടുണ്ട് ഉപ്പിടുണ്ടാൽ പെട്ടെന്ന് വഴക്കും. ഞാൻ പോലീസ് കൊടുക്കാം മാടി. ഉപ്പ് മഞ്ഞപ്പൊടി എന്നാണ് ഞാൻ കേട്ടത്, പക്ഷെ മഞ്ഞപ്പൊടി ഇടണ്ട, ചിലപ്പോൾ വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി കഴുകി വെച്ചേക്കാം. അല്ലെങ്കിൽ കഴുകി അരിഞ്ഞു വെച്ചേക്കാന്നാണ് ഉദ്ദേശിച്ചത്. തക്കാളി അരിഞ്ഞിട്ടുണ്ട്. എത്രത്തോളം ചെറുതായിട്ട് അറിയാമോ അത്രത്തോളം വേഗം വഴന്ന് കിട്ടും. വഴന്ന് കിട്ടും. ദൈവം, ഇത് ഇതായിട്ടുണ്ട് കേട്ടോ. അരിമയുടെ ഉപ്പ് പ്രയോഗം
സക്സസ്. നമുക്ക് അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സാധാരണ ഇടിച്ചിട്ടൊക്കെയാണ് ചേർക്കണത്, ഇനി എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത്. ആ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കുക. ഓക്കെ. ആ ഇവിടുന്നാണ്ടൊക്കെ ഇത്തിരിയൊക്കെ മണം വരുന്നുണ്ട്. കറിയുടെ ഗുമ്മ് കളയാതെ. എന്റെ പൊന്നോ, അതിനി വഴന്ന് വരണോ? അതിനി വഴന്ന് വരണോ? അപ്പൊ അതിനി വഴന്ന് വരട്ടെ. ഇത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പച്ചമുളക് ഇടാം. ആര്യമ്മ കഴിച്ച പച്ചമുളക് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ കഴിച്ച പച്ചമുളക് ഇത് വേറെ പച്ചമുളകാണ്. അല്ല, ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലേ? ഓ അത് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എരിവുള്ളതാണോ? പിന്നെ നല്ല രീതിക്ക് എനിക്ക് തന്നതിനൊക്കെ കൂട്ടി ഞാനൊരു 16 പണി തരും. വെല്ലുവിളിക്കുന്ന കാണാവേ. ഇനി എന്താണ് അടുത്തത്? എന്താ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയ സബോള പച്ചമുളക്. അത് ഇനി എന്താ ഇതിലെന്താ ഇനി? ഈ ഡാഡി ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിൻ്റെതായ സാവകാശങ്ങൾ കൊടുക്കൂ. ഓക്കെ. അപ്പം പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും സബോള എല്ലാം ഒന്ന് എന്ത് വന്നിട്ടുണ്ട്? വഴന്നു. തക്കാളിയുടെ ഇടല്ലേ? എനിക്കൊരു ഒരു തക്കാളി ചോദിച്ചപ്പോ തന്നത് കാണണം. തക്കാളി എവിടെയാ കാണിക്കുന്നത്? കണ്ടാ തക്കാളി ഇട്ട് കൊടുക്കുന്നു. ആ ഇട്ട് കൊടുത്ത്. എനിക്ക് അതിന്റെ അടുത്തോട്ട് കൊണ്ടുവരാൻ പേടിയാണ്. നേരത്തെ ഞങ്ങൾ കൊണ്ടുവന്നപ്പോ തെറിപ്പിച്ച്. തക്കാളി ഇട്ടതിന് ശേഷം നല്ല അതും വയറ്റുക. ഇങ്ങനെ ഇളക്കിയിട്ട് വഴറ്റണം. ഇനി വഴന്ന് വരണ്ടേ? അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ അത് വഴന്ന് വന്നെന്ന് തോന്നുന്നു. നോക്കാം കേട്ടോ. ഇതൊന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇനിയാണ് മക്കളെ പരിപാടി. ഗ്യാസ് കുറച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വേണ്ട മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യാം. ഇത് ഞാൻ 3 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കണത്. ഫസ്റ്റ് മുളക് പൊടി. സെക്കൻഡ് ഇത് 2 സ്പൂൺ മല്ലിപ്പൊടി, അതും ഇട്ട് കൊടുക്കാം. ദെൻ നമ്മൾ നേരത്തെ ഒരു ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ മഞ്ഞപ്പൊടി മുഴുവൻ ഇതിലോട്ട് ചേർക്കുകയാണ്. പിന്നെ മസാലപ്പൊടി, ഗരം മസാല. ഗരം മസാല നമ്മുടെ അത് മൊത്തം ഇടണുണ്ടോ? ഇപ്പം നമുക്ക് 3 സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇപ്പം വേണ്ട, നമുക്ക് ലാസ്റ്റ് കുരുമുളക്. അപ്പൊ കുരുമുളക് ലാസ്റ്റ് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ. ഇത് നമുക്ക് അതിനി മിക്സ് ആവട്ടെ. അപ്പം ഞാൻ ഇതെല്ലാം കുഴച്ച് പരുവാക്കിയിട്ടുണ്ട്. ഇളക്കി സൂപ്പർ ആക്കിയിട്ടുണ്ടെന്ന് പറയാം. ഉപ്പ് വേണം നോക്കട്ടെ. കുറച്ച് ഉപ്പിടാം. അപ്പം ഇതങ്ങ് ഇട്ടേക്കുവാണ്. നല്ല എരിവുണ്ട് കേട്ടോ. ചിക്കൻ കറി എരിവ് വേണം നമ്മളെ. അങ്ങോട്ട് ഇളക്ക്. ഭയങ്കര പാടാണ് ഇത്. കയ്യിലൊക്കെ അല്ല പൊടിയൊക്കെ ചെയ്യണേ. പിന്നെ നീ എന്താ ചിക്കൻ ഉപ്പ് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു വെള്ളം കാണിച്ചില്ല ഇതിന്റെ ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയത്. ആ വെള്ളം ചേർത്ത് കൊടുക്കണം. യെസ്, ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. കണ്ടോ? കലക്കം കണ്ട് കലക്കി മോളെ. ഇതിനി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പം എല്ലാം കൂടി യോജിച്ചതേ. ഓക്കെ. അപ്പോൾ അതിനി തിളയ്ക്കുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വെയിറ്റ് ചെയ്യാം. നോക്കിക്കിടി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിനെ അടിക്ക് കനമില്ലാത്തതുകൊണ്ട് താഴെ പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് വലുതായിട്ട് നമ്മളങ്ങനെ തിളപ്പിക്കുന്നില്ല. പക്ഷെ അത് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ. മതി. പാടില്ല. ഓക്കെ. ഓ നോ, കറണ്ട് പോയി ഗൈസ്. അതിനെ ഒന്ന് ഇളക്കിയിട്ട് ഇത് പൊടിയാൻ പാടില്ല. അപ്പോൾ ഈ തീ കൂടി പോലെ കുറച്ചിട്ടുണ്ട്. കുറച്ചിട്ട് ഇത് ഞാൻ ഇളക്കി വരുമ്പോഴത്തേക്കും പൊടിഞ്ഞു. എന്റെ ചിക്കൻ കറി സൂം ചെയ്ത് കാണിക്കണേ. അപ്പൊ ഇനി ഇതൊന്ന് റെഡിയായി വരട്ടെ. നമുക്കിതൊന്ന് അടച്ചു വെച്ചു.
അടപ്പെടുത്താൻ വരട്ടെ. അവിടെ ഇരിക്കുന്ന അടപ്പെടുത്തോണ്ട് വരട്ടെ, ഇത്ര സമയം. ഒന്ന് തുടക്കട്ടെ. ഓക്കെ, ഞാൻ കഴുകിയിട്ടുണ്ട്. ഞാൻ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ അവരവരുടെ ഇഷ്ടമുള്ള സൈസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ എൻ്റെ വീട്ടിൽ അമ്മ ഇങ്ങനെ ഈ ചിക്കൻ വേവിച്ച വെള്ളം ഒഴിച്ച് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനും അങ്ങനെ തന്നെ ചെയ്തത്. പിന്നെ ഒരു പെരളൻ പോലെ അല്ലേ അങ്ങനെയാണോ വെച്ചേ? കൊളാടി കഴിച്ചു നോക്കിയേ. വേണ്ട വേണ്ട, ഞാൻ അവസാനം കഴിച്ചോളാവേ. പിന്നെ പറ, ഇതെന്താണ് ഈ കറിയുടെ ഒരു രൂപരേഖയൊക്കെ പറ. എടി, ഞാനിപ്പോൾ ഇത് വെച്ചിട്ടുള്ളത് ഒരു പെർലൻ രീതിയാണ്. പെർലൻ രീതി അല്ലാതെ ചാറായിട്ട് വേണ്ടവർക്കാണെങ്കിൽ നമ്മൾ ആ ഇറച്ചി വെന്ത വെള്ളം ഒഴിച്ചില്ലേ, ആ കൂടെ സെപ്പറേറ്റ് വെള്ളം ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. പിന്നെ എനിക്ക് നല്ല എരിവ് വേണം, അതുകൊണ്ടാണ് ഞാൻ അത്രയും മുളക് പൊടിയൊക്കെ ചേർത്തത്. പിന്നെ നിങ്ങൾക്ക് ഉള്ള എരിവിനനുസരിച്ചിട്ട് നിങ്ങളുടേത് സെറ്റ് ചെയ്യാം. ഇപ്പം വേറൊരു ലാസ്റ്റ് പരിപാടി, ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഒരു പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്, എല്ലാം റെഡിയായി. ഇനി കുറച്ച് കുരുമുളക് ഇങ്ങനെ ഇട്ടിട്ടും ഫിനിഷിങ് ഫൈനൽ ടച്ച്. കുറച്ച് വേപ്പിൽ ഇങ്ങനെ എടുത്തിട്ടും പിന്നെ ഇട്ട് കൊടുക്കുക. മാടി 2 കമ്പൊക്കെ കുത്തിയിട്ട്. എന്റെ ദൈവമേ, എന്താകോ എന്തോ. അമ്മ വന്നിട്ട് അമ്മനെ കൊണ്ടെങ്കിലും കഴിപ്പിക്കരുത്. ഒരു വേപ്പില കൂടി ഇടത്താലോ? മതി, അത്രേ മതി. ഒരു വേപ്പില കൂടി ഇരിക്കട്ടെ. വേപ്പിലയാണ് കറിയുടെ ടേസ്റ്റ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്യുന്നില്ലേ ഒന്നും കൂടി? പിന്നെ അടിപൊളിയാണ്, കഴിച്ചു നോക്കിട്ട് പറയാം. പാത്രത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ഈ പാത്രത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഷിഫ്റ്റ് ചെയ്യാം. നോക്കൂ, എന്റെ ചിക്കൻ കറി നോക്കൂ. എന്റെ ചിക്കൻ കറി റെഡി ആയിട്ട് സൂം ചെയ്ത് കാണിക്കണി. അവർക്ക് കാണാൻ പറ്റത്തില്ല എന്റെ ചിക്കൻ കറി കേട്ടോ. എത്ര അടിപൊളിയായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നോക്കി, ഇത് നിങ്ങളും ട്രൈ ചെയ്യണം കേട്ടോ. അമ്മ ഇല്ലാത്തപ്പോ തന്റെ വീട്ടിൽ ട്രൈ ചെയ്യണം. എന്നാലും ഇത്ര സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, എക്സ്പെഷ്യലി എണ്ണ. ടേസ്റ്റ് ചെയ്തേടി. ഇച്ചിരി പൊറോട ഇറങ്ങി കിട്ടട്ടെ. ഞാൻ ടേസ്റ്റ് ചെയ്യണ്ടേ? അപ്പോ ഞാൻ ടേസ്റ്റ് ചെയ്തു. എന്റെ ദൈവമേ, സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സ്വന്തമായിട്ട് ടേസ്റ്റ് ചെയ്തു. ശരി, ഓക്കെ. കൊള്ളാടി, ഞാൻ വെച്ചോണ്ട് അടിപൊളിയാ, സൂപ്പർ. ആണേ, ഒന്ന് പിടിച്ചു, ഞാനൊന്ന് കഴിച്ചു നോക്കിട്ട് പറയാം. അമ്മ വെച്ച അതേ ഫീൽ ഉണ്ട്. ആണോ? ഓക്കെ, ഒന്ന് പറഞ്ഞ പോലെ ഞാനും നോക്കട്ടെ. ഇതൊരു കുഞ്ഞു പീസുണ്ട്. കൊള്ളാം കേട്ടാ, അമ്മ വെക്കുന്ന അതേ ഫീലൊക്കെ വന്നിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. എന്റെ ചേച്ചി ഒരു സംഭവമാണെന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്നെ കാണിക്കൂ, ഞാൻ പറയട്ടെ. എന്റെ ചേച്ചി ഒരു സംഭവമാണെന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ എന്റെ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് എനിക്കറിയാം. കാരണം ഞാൻ അത്ര അടിപൊളിയായിട്ടാ വെച്ചത് എനിക്കറിയാം. സത്യമായിട്ടോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ വെച്ച പോലെ തന്നെ എല്ലാരും വെക്കണം. ഞാനൊന്ന് പറയട്ടെ, എന്താ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ വെക്കുന്ന അതേ ഒരു ഫീലും ആ ഒരു ടേസ്റ്റ് ഒക്കെ വന്നിട്ട് ആ ഒരു ഫീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു ചേച്ചി ഒരു സംഭവം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ബാക്കി ഇനി അമ്മ വന്നിട്ടറിയാം. സത്യം, ബാക്കി ഇരുന്നൊക്കെ അമ്മ വരുമ്പോൾ അറിയാം. അമ്മ വരണം, അമ്മ വന്ന് അമ്മ ടേസ്റ്റ് ചെയ്തിട്ട് അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് അമ്മ രണ്ടിനെ അടുത്ത് ഇത് കണ്ടത്തിലെറിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.